പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കുന്നു. അവിടെ ഒരു റിസർച്ച് സെന്ററില് ഇപ്പൊ ആ ഒരു ക്രിസ്റ്റല് അത് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് ആ ഒരു റിപ്പോർട്ട് കണ്ട് ഇപ്പൊ ഹൊക്കാഗ ഷോക്കാവും. ഹൊക്കാഗ ഷോക്കാവുന്നത് കണ്ട് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ചോദിക്കും, എന്തു പറ്റി, സത്യം പറ, എന്താ ഉണ്ടായേ? അതിന് ഹൊക്കാഗ പറയും, ഈ ഒരു ക്രിസ്റ്റൽ ജിപ്സു അത് വെറും ഒരു ക്രിസ്റ്റൽ ജിപ്സു അല്ല, മറിച്ച് ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഇൻസെക്റ്റിന്റെ ബ്ലഡ് പോലും ഇത് ക്രിസ്റ്റലൈസ് ചെയ്ത് കളഞ്ഞു. ഹൊക്കാഗ പറയും, വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. അന്ന് ഞാൻ കരുതിയത് അത് വെറും ഒരു മിത്താണെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് അതും സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഷിനോബികൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഷിനോബിക്ക് ഗുരുതരമായിട്ട് പരുക്കുപറ്റി. അവളുടെ ബ്ലഡ് അത് പുറത്തേക്ക് ഒഴുകി. പക്ഷെ ആ ഒരു ബ്ലഡ് അത് പതിയെ പതിയെ ക്രിസ്റ്റലായി മാറാൻ തുടങ്ങി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഗ്രാമം തന്നെ നശിപ്പിക്കപ്പെട്ട് ക്രിസ്റ്റൽ ജിപ്സു ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ പോലും ഗ്രാമത്തിൽ ഇല്ലാതായി. പക്ഷെ ഇപ്പൊ വീണ്ടും അതേ ജിപ്സു ഉള്ള ആരോ ഒരാള് ഒറോച്ചിമാറുവിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാക്കാഷി ഇപ്പോ ഇത്രയ്ക്കും പേടിക്കാൻ കാരണം. ഈ ഒരു ക്രിസ്റ്റൽ സ്റ്റൈൽ ഗെൻജിപ്സു അതാരുപയോഗിക്കുന്നോ അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തില് ഒറോച്ചിമാറുവിനെയും സാസുകയും കണ്ടുപിടിക്കാൻ കഴിയും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ യാമുട്ടോയും ടീമും കാട്ടിലേക്ക് വരും. അവിടെ എത്തി കാക്കാഷിയും ടീമും അവരിപ്പോ എവിടെയാണെന്ന് നമ്മുടെ ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങും. യാമുട്ടോ ഉടനെ ഇപ്പൊ സായോട് പറയും, നിന്റെ ഗെൻജിപ്സ് ഉപയോഗിച്ച് ഈ കാട് മുഴുവൻ വട്ടമിട്ട് പറന്ന് അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ഉടനെ കണ്ടുപിടിക്കണം. ഉടനെ അവൻ ചിറക് മുളപ്പിച്ച് അവിടെ മുഴുവൻ വട്ടമിട്ട് പറക്കാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ ഇപ്പൊ സാക്കുറോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നിനു പോണം. ഞാൻ ഓടി വരാന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടി ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് പോകും. അപ്പൊ അതേസമയം ഇവിടെ സായി ആവട്ടെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാനായിട്ട് പക്ഷിയുടെ മേലെ പറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവൻ ദൂരത്തായിട്ട് കമീലിയ പൂക്കൾ ഒഴുകുന്ന ഒരു നദി കാണും. ഇവിടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ കിട്ടിയ ഗ്യാപ്പില് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് നേരം കഴിയുമ്പോ അവിടെ മുഴുവൻ ഇപ്പൊ പുക കൊണ്ട് നിറയും. മാത്രമല്ല കുട്ടപ്പന്റെ കാലിന്റെ താഴെ ഇപ്പൊ ആ ഒരു കമീലിയ പൂവ് അത് കിടക്കുന്നത് കാണും. അവൻ വീണ്ടും മുൻപോട്ട് നോക്കുമ്പോ ആ ഒരു പെൺകുട്ടി യുക്കിമാറു അവൻ അവളെ കണ്ട് ഇപ്പൊ സർപ്രൈസ്ഡ് ആയിട്ട് അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. ഹായ്, ഹലോ, ഇത് ഞാനാണ്. നമ്മൾ നദിയിൽ വെച്ച് കണ്ടിരുന്നു, എന്നെ ഓർക്കുന്നില്ലേ എന്നൊക്കെ കുട്ടപ്പൻ ചോദിക്കുമ്പോ അവൾക്കൊന്നും മനസ്സിലാവാതെ കുട്ടപ്പൻ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ കുട്ടപ്പനോട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടനെ കുട്ടപ്പൻ ഞെട്ടിത്തരിക്കും, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ, ഇവളിതെന്തിനാ എന്നോട് തന്നെ പറയണേന്ന് കുട്ടപ്പൻ ചിന്തിക്കുമ്പോ അവള് വീണ്ടും പറയും, വൈറ്റ് കമീലിയ പൂക്കള് അതിപ്പോ റെഡായി മാറിയിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാല് അത് വലിയ അപകടമാണ്. അതിന് കുട്ടപ്പൻ ചോദിക്കും, നീ ആരാണ്? നിന്നെ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണല്ലോ കാണാറ്. നിനക്ക് കൂട്ടുകാരൊന്നും ഇല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാം. ഞങ്ങളുടെ ലീഫ് വില്ലേജിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോ അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ആ വില്ലത്തി ആലോചിക്കും. ഞാൻ ഉടനെ മടങ്ങി വരും, അതുവരെ നീ എന്നെ കാത്തിരിക്കണം. കട്ട് ചെയ്താ അവള് പറയും, എനിക്ക് വേണ്ടി എന്നെ കാത്തൊരാളിരിപ്പുണ്ട്, എനിക്ക് അവിടേക്ക് മടങ്ങി പോണെന്ന് പറഞ്ഞ് അവളാവട്ടെ ആ ഒരു ക്രിസ്റ്റൽ നോക്കിയിരിക്കും. അവള് പറയും, ഈ ക്രിസ്റ്റൽ തന്ന പെൺകുട്ടി അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കേട്ട് കുട്ടപ്പൻ പറയും, അവളെ വിടരുത്, അവളുടെ കൂടെ തന്നെ നീ നിക്കണം എന്ന് പറഞ്ഞ് അവരിപ്പോ ഹാപ്പി ആയിട്ട് കാഷ്വൽ ആയിട്ട് സംസാരിക്കും. അപ്പൊ അവിടേക്ക് സാക്കുറ ഓടി വന്ന്, കുട്ടപ്പ നീ എവിടെയാന്ന് ചോദിക്കുമ്പോ നറൂട്ടോ വിളി കേട്ട് ഇപ്പൊ സാക്കുറയെ അവന്റെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് അവൻ വീണ്ടും അവളെ സാക്കുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് അവളെ കാണാനുണ്ടാവില്ല. അപ്പൊ യാമുട്ടോ സെൻസായി പറയും, ഷീനോടെ ഇൻസെക്റ്റിനെ നമ്മൾ കണ്ടുപിടിച്ചു, അതിനെ ഉപയോഗിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താം. നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേന്ന് ഇപ്പൊ മാസ്റ്റർ ചോദിക്കും. അതിനവൻ കാഷ്വൽ ആയിട്ട് പറയും, ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു, അവളുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നിപ്പോ അവളെ കാണാനില്ല. അത് കേട്ട് സാക്കുറ പറയും, നീ കള്ളം പറയാണ്, നീ ഇവിടെ പ്രാക്ടീസ് ചെയ്യല്ലായിരുന്നോ? കട്ട് ചെയ്ത ആ ഒരു വില്ലത്തി ആ 5 പേരോടും ഇപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവരെ അടിച്ചു തോൽപ്പിക്കാതെ എന്റെ മുൻപിൽ വന്നു നിൽക്കാൻ. ഇനിയും വൈകിട്ടില്ല. അവരുടെ കൂടെയുള്ള കാക്കാഷി അവനെ തകർത്ത് കളഞ്ഞാല് ബാക്കിയുള്ളവരുടെ കാര്യം അത് വളരെ എളുപ്പമാണ്. അവള് പതിയെ മുൻപോട്ട് നോക്കിയിട്ട് പറയും, എന്റെ ട്രാപ്പ് അതിപ്പോ സക്സസ് ആയിരിക്കുകയാണ്. അവൾ ഒട്ടനെ അവളുടെ ക്രിസ്റ്റൽ ജിപ്സ് യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു ക്രിസ്റ്റല് അത് പതിയെ പതിയെ ഇപ്പൊ വളരാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ ഷീനോടെ ഇൻസെക്ട് അത് കറക്റ്റ് ആയിട്ട് വില്ലന്മാരുടെ ലൊക്കേഷൻ നമ്മുടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. അതിന് കിബ പറയും, എനിക്കും അവിടെ നിന്ന് തന്നെയാണ് ഇപ്പൊ സ്മെല്ല് കിട്ടുന്നത്, അവരവിടെ തന്നെ ഉണ്ട്. അതിന് ഷീനോ പറയും, വെയിറ്റ്, നമുക്ക് പോവാനായിട്ടില്ല, എന്റെ ഇൻസെക്ട് ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. സാധാരണഗതിയില് അവരിങ്ങനെ ആയിരിക്കില്ല എന്നോട് ബിഹേവ് ചെയ്യാറ്.
തയ്യാറ്. അതിന് ഹിനട്ട അവളുടെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചുറ്റും ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവൾ കാണും അവളുടെ അതേ രൂപത്തില് ഇപ്പൊ ഒരുപാട് പേര് അവൾക്ക് ചുറ്റും നിൽക്കുന്നതായിട്ട്. കട്ട് ചെയ്താ ഇവിടെ വില്ലത്തിയെ അവളൊരു കണ്ണാടി ക്രിയേറ്റ് ചെയ്ത് അവളുടെ തന്നെ ഇപ്പൊ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ കാക്കാഷി പറയും വില്ലന്മാര് അവരെന്തോ ഒരു ബാരിയർ ഇപ്പൊ എവിടെയോ തീർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തെന്ന് പറയുമ്പോ ഷീനോ ആവട്ടെ അവന്റെ കുറച്ച് ഇൻസെക്റ്റുകളെ ഇപ്പൊ പുറത്തേക്ക് അയക്കും. പക്ഷെ കുറച്ചു ദൂരം പോയി കഴിയുമ്പോ അവറ്റകൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പൊ കഴിയില്ല. ഉടനെ കുറെ ക്രിസ്റ്റൽസ് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ അങ്ങനെ വരികയാണ്. കാക്കാഷിയും ടീമും ഇപ്പൊ അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും ഇത് ഇൻഫിനിറ്റി ലെവലിലുള്ള ഗെൻജിറ്റ്സു ആണ്. ഇതിനെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ശരീരം കണ്ണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് കാക്കാഷി ശരീരം കണ്ണു തുറന്ന് അവൾക്ക് നേരെ പാഞ്ഞെടുക്കും. അതിനാ വില്ലത്തി പറയും നീ ഇപ്പൊ തന്നെ കീഴടങ്ങിക്കോ, നിന്റെ ശരീരം കണ്ണുകൊണ്ട് എന്റെ മൂവ്മെന്റ്സ് കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഇവിടെ ഹിനട്ട ആവട്ടെ അവൾ വീണ്ടും വീണ്ടും അവളുടെ വ്യാഹു കണ്ണുവെച്ച് ചുറ്റും നോക്കും. പക്ഷെ അവിടെ ചുറ്റും അവൾക്ക് അവളെ മാത്രമായിരിക്കും കാണാൻ കഴിയുക. അവൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് ഇപ്പൊ മുൻപോട്ട് നോക്കുമ്പോ ആ ഒരു വില്ലത്തിയെ കാണും. അവള് പറയും നിന്റെ വ്യാഹു കണ്ണുകൊണ്ട് ഇപ്പൊ യാതൊരു പ്രയോജനവും ഇല്ല, ഇവിടെ മുഴുവൻ എന്റെ ക്രിസ്റ്റൽസ് ആണ്, അതിനെ ഗണ്ണിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. അത് കേട്ട് കലി കയറി ഇപ്പൊ ഹിനട്ട ആവട്ടെ അവളുടെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ അട്ടിക്കാനായിട്ട് റെഡിയാവും. അവള് ടെൻഷനായിട്ട് 8 ഡയഗ്രാം 32 പോംസ് എന്ന് പറഞ്ഞ് ആ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് വില്ലത്തിയുടെ നേർക്ക് ഇപ്പൊ പാഞ്ഞടുക്കും. ഹിനട്ട വീണ്ടും ചാടി വീണ് അവളുടെ 30 ഡയഗ്രാം 60 ഡയഗ്രാം 90 ഡയഗ്രാം എല്ലാം ഉപയോഗിച്ച് ഇപ്പൊ വില്ലത്തെ അടിച്ചു പഞ്ചറാക്കി അവളുടെ ക്രിസ്റ്റൽ തന്നെ തകർത്ത് കളയും. പക്ഷെ ഹിനട്ടയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ വില്ലത്തി അവളുടെ തൊട്ടു പുറകിൽ വരും. അവൾ അവളുടെ തന്നെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഹിനട്ടയെ പറ്റിച്ചു. വില്ലത്തി അവളുടെ ക്രിസ്റ്റൽ പവർ കൊണ്ട് ഇപ്പൊ ഹിനട്ടയെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഉടനെ കാക്കാഷി ടീമും ഇപ്പൊ വില്ലത്തിയെ കാണാതെ ടെൻഷൻ അടിച്ച് അവൾ എവിടെ പോയി, എന്താ ഇപ്പൊ സംഭവിച്ചെന്ന് പറഞ്ഞ് അവര് പരസ്പരം നോക്കും. അപ്പൊ ആ ഒരു വില്ലത്തി അവൾ ഹിനട്ടയെ ലോക്ക് ചെയ്ത് വെച്ച ക്രിസ്റ്റൽസുമായിട്ട് നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരും. നിങ്ങളുടെ ഹിനട്ട ഇപ്പൊ എന്റെ കയ്യിലാണ്. കട്ട് ചെയ്താ ഇവിടെ യാമുട്ടോ സെൻസായും ടീമും അവരോടി വരുമ്പോ അവരുടെ തൊട്ട് മുന്നിലായിട്ട് വില്ലത്തിയുടെ ആ ഒരു ക്രിസ്റ്റൽ ജിപ്സും അവർ കാണും. യാമുട്ടോ സെൻസായി പറയും ഇതൊരിക്കലും നമ്മളെ കൊണ്ട് തകർക്കാൻ കഴിയില്ല, അതുകൊണ്ട് സായ് നീ പറന്നു ചെന്ന് ഇതിന്റെ മുകളിലൂടെ എങ്ങനെയെങ്കിലും ഇത് ക്രോസ് ചെയ്യാൻ നോക്കുന്ന് ഇപ്പൊ യാമുട്ടോ പറയും. സായ് പറന്നുയർന്ന് ഇപ്പൊ അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് അത് ക്രോസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടപ്പൻ കുഴപ്പമില്ല, ഇത് ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞ് അവന്റെ പവർ എടുത്ത് ഇപ്പൊ ക്രിസ്റ്റലിന് നേരെ ചെല്ലും. അപ്പൊ യാമുട്ടോ സെൻസായി പറയും ആദ്യം ഞാൻ എന്റെ വുഡ് ജിപ്സ് വെച്ച് ഈ ഒരു ക്രിസ്റ്റൽ അത് ടെസ്റ്റ് ചെയ്യാം. യാമുട്ടോ സെൻസായി ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ആ ക്രിസ്റ്റൽ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അവന് മനസ്സിലാവും അതിന്റെ ഉള്ളില് ഒരുപാട് ട്രാപ്സ് ഉണ്ടെന്ന്. യാമുട്ടോ പറയും ഇത് ഹൈ ലെവൽ നെഞ്ചിപ്സും ആണ്, മാത്രമല്ല ഇതിന്റെ ഉള്ളില് ഒരുപാട് ട്രാപ്സ് ഉണ്ട്, അണ്ടർഗ്രൗണ്ടിലൂടെ ഇത് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞ് ഇപ്പൊ യാമുട്ടോ ആവട്ടെ അവന്റെ വുഡ് ജിപ്സും എടുത്ത് മണ്ണിൽ അങ്ങനെ കുത്തും. അപ്പൊ ഉടനെ അവന്റെ വുഡ് ജിപ്സു അങ്ങനെ തന്നെ റിട്ടേൺ വരും. യാമുട്ടോ സെൻസായി പറയും ഇതിന് വീക്ക് പോയിന്റേ ഇല്ല, ഏതെങ്കിലും വലിയൊരു ഗെൻജിപ്സു അതുപയോഗിച്ച് ശക്തമായിട്ട് തകർത്താൽ മാത്രമേ ഇതിനെന്തെങ്കിലും ചെറിയൊരു ബ്രേക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിയൂ. അതിന് കുട്ടപ്പൻ അവന്റെ കൈ നിലത്തടിച്ച് ഇപ്പൊ സമറിൻ ജിപ്സുവിലൂടെ 2 തവളകളെയും അവിടേക്ക് കൊണ്ടുവരും. അപ്പൊ മറ്റൊരിടത്ത് ആ വില്ലത്തി ആവട്ടെ അവളൊരു വലിയ കത്തിയെടുത്ത് ഹിനട്ടയ്ക്ക് നേരെ ഇപ്പൊ നീട്ടി നിൽക്കും. അവള് പറയും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ ഹിനട്ടയെ അവളെ ഞാൻ തട്ടിക്കളയും. അപ്പത്തേക്ക് ഇവിടെ കുട്ടപ്പൻ അവൻ ആ മഞ്ഞത്തവളയുടെ തലയിൽ കയറി നിന്ന് നീ റെഡിയല്ലേ, നമ്മൾ രണ്ടുപേരും ഇപ്പൊ കമ്പൈൻ അറ്റാക്ക് അത് ചെയ്യാൻ പോവാണ്. യാമുട്ടോ സെൻസായി ഇപ്പൊ കുട്ടപ്പനിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് അങ്ങനെ നോക്കി നിൽക്കും. മഞ്ഞത്തവള ആദ്യം അത് സമാധാനമായിട്ട് ഇപ്പൊ ഇൻഹേൽ ചെയ്യും. നാറൂട്ടോ ഉടനെ അവന്റെ ചക്ര അപ്ലൈ ചെയ്യും. പക്ഷെ വെള്ളം അതൊട്ടും ഫോഴ്സ് ഇല്ലാതെ ഇപ്പൊ പുറത്തേക്ക് പോകും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഇനി എന്നെ നാണം കെടുത്തിയാല് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇടിച്ച് സൂപ്പാക്കും. അതിന് ഗാമത്തവള പറയും അയ്യോ ഇല്ല ഇല്ല, ഞാൻ ചക്ര പവർ അത് ഫോക്കസ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ വീണ്ടും കുട്ടപ്പനും തവളയും ചക്ര പവർ ഫോക്കസ് ചെയ്ത് ആ ഒരു ക്രിസ്റ്റൽ ജിപ്സുവിന് നേരെ വെള്ളം ഫോഴ്സിലെടുത്ത് അങ്ങനെ ആഞ്ഞടിപ്പിക്കും. വലിയ സൗണ്ടോടുകൂടെ ഇപ്പൊ ആ ക്രിസ്റ്റൽസ് അങ്ങനെ തകർന്ന് താഴെ വീഴും. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഹാപ്പിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.